ഉപ്പും മുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലച്ചുവും സിദ്ധുവും കൂടെ ഒരു ഭയങ്കര ഫൈറ്റ് കിടക്കുന്നുണ്ട് ഇന്ന്. വന്ന് നിൻ്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ലെന്ന് നമ്മുടെ സിദ്ധു പറയുമ്പം ലച്ചു പറയുന്നു വരെ എന്നെ ഇഷ്ടപ്പെടത്തില്ല, എടി ഒന്ന് നിർത്തിക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധു അലറുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് കല്ലുമോക്ക് ആകെ അങ്ങ് പേടിയാവുന്നു. സിദ്ധു അലറി അങ്ങ് പോകുമ്പോഴത്തേക്കും ലച്ചു അടുക്കളയിരുന്ന ഒരു പാത്രം എടുത്ത് അങ്ങ് തട്ടിത്തെറിപ്പിക്കുന്നു. നേരം മുത്തശ്ശി ദേഷ്യത്തോടെ ലച്ചുവിനോട് പറയുന്നു വലിയ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കരുതേ. അതും ലച്ചുവിന് ഭയങ്കരമായിട്ട് വിഷമമാകുന്നു. ലച്ചു കരയുന്നുണ്ട്. പിന്നീട് റൂമിൽ ചെല്ലുമ്പോൾ നമ്മുടെ സിദ്ധു പറയുന്നുണ്ട് നിനക്ക് ഇച്ചിരി സാമർത്ഥ്യം കൂടിപ്പോയി, അതാ കുഴപ്പം. സാമർത്ഥ്യം കൂടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് ലച്ചു ആണെങ്കിൽ ചെന്ന് സിദ്ധുവിനെ നുള്ളുന്നു. അന്നേരം സിദ്ധു ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. കൈ എറിയെന്നും പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റുന്നുണ്ട്. ഒന്ന് നിർത്തുമോ, കുറേ നേരം ആയില്ലേ എന്ന് കല്ലുമോട് ചോദിക്കുന്നു. എന്നിട്ട് എന്താ അമ്മേ പ്രശ്നം, എന്താ അച്ഛാ പ്രശ്നം, രണ്ടുപേരോടും ചോദിക്കുന്നു. രണ്ടുപേരും ഉത്തരം കൊടുക്കുന്നില്ല. അങ്ങനെ കല്ലുമോളും പിണങ്ങി ആ സോഫയിലിരിക്കുന്ന സമയത്ത് ഞാൻ പോവുക, ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ കുഴപ്പമൊന്ന് സിദ്ധുവും പറയുന്നു. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാമെന്ന് സിദ്ധു പറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കും അറിയാമെന്ന് ലച്ചുവും പറയുന്നുണ്ട്. തല്ല് പിടിക്കല്ലേ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്ലുമോൾ തൊഴുത് അവരെ രണ്ടാളെയും നോക്കുന്ന ഒരു നോട്ടമുണ്ട്. അതിന് ശേഷം കല്ലുമോൾ പിണങ്ങി അങ്ങ് പോകുന്നു. അത് കണ്ടിട്ട് സിദ്ധുവിനും ലച്ചുവിനും ഒരുപോലെ വിഷമാകുന്നു. മിക്കവാറും അവർ കോംപ്രമൈസ് ചെയ്ത് കല്ലുമോളെ സന്തോഷിപ്പിക്കാൻ ചെല്ലുമായിരിക്കും. എന്തായാലും ഇന്നത്തെ അടി ഒരു വല്ലാത്ത അടിയാണ്. അത് നമ്മുടെ കല്ലുമോക്കും മുത്തശ്ശിക്കും അമ്മായിക്കും ആൻറ്റിക്കും ഒക്കെ ഒരുപാട് വിഷമാകുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തേത്. ശിവാനിയും കേശുവിനെയും ഒന്നും കാണുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ. ശിവാനിയും കേശുവും ശങ്കരയപ്പൂപ്പനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ ലച്ചുവും സിദ്ധുവും കല്ലുമോളും മുത്തശ്ശിയും അമ്മായിയും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പം കേശു മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കേശു എന്തെങ്കിലും പറഞ്ഞ് അവരെ കോംപ്രമൈസ് ചെയ്യിക്കാനും അവർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂടെ കണ്ടേനെ.